ലക്കി ഭാസ്കർ ശരിക്കും ദുൽഖറിന്റെ ലക്കി എന്ന് പറയാം. പ്രതീക്ഷകൾക്കപ്പുറം ഹിറ്റായിരിക്കുകയാണ് ഈ ചിത്രം. കളക്ഷൻ കണക്കുകളും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ലക്കി ഭാസ്കർ ആഗോളതലത്തിൽ 111 കോടി രൂപയിലധികമാണ് നേടിയിരിക്കുന്നത്. തിയേറ്ററിൽ വമ്പം വിജയത്തിന് പിന്നാലെ ഇതാ ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ OTT-യിലും എത്തി. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ചിത്രം ലഭ്യമാണ്. OTT-യിൽ എത്തിയതിനു പിന്നാലെ മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് വീണ്ടും ലഭിച്ചിരിക്കുന്നത്. വെങ്കി അത്ലൂരി സംവിധാനം ചെയ്ത തെലുങ്ക് ചിത്രം ഒക്ടോബർ 31-നാണ് തിയേറ്ററുകളിൽ നിറഞ്ഞാടാൻ തുടങ്ങിയത്. സീതാരാമന്റെ വമ്പൻ വിജയത്തിനു ശേഷം ദുൽഖറിന്റേതായി റിലീസ് ചെയ്ത തെലുങ്ക് ചിത്രം കൂടിയാണ് ലക്കി ഭാസ്കർ. തെലുങ്കിൽ മാത്രമല്ല, ചിത്രത്തിന് കൂടുതൽ സ്ക്രീനുകൾ ലഭിക്കുകയും ഭാഷാഭേദമന്യേ ഹിറ്റാക്കുകയും ചെയ്തിരുന്നു. ആദ്യ ദിവസം മുതൽ ഗംഭീര അഭിപ്രായം നേടിയ ചിത്രം കൂടിയാണിത്. ചിത്രം മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് തിയേറ്റർ പിടിച്ചെടുത്തത്. മീനാക്ഷി ചൗധരിയാണ് ചിത്രത്തിൽ നായികയായി എത്തിയത്. കിങ് ഓഫ് കൊത്തയാണ് ദുൽഖറിന്റെ അവസാനമായി പുറത്തിറങ്ങിയ മലയാള ചിത്രം. എന്തായാലും ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കറിന് OTT-യിലും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. നേരിട്ട പരാജയങ്ങളെല്ലാം പഴങ്കഥയാക്കി വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് താരം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകളിലും സൂചിപ്പിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.